പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ക്രിസ്മസ് എന്നുള്ളത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂഡിലാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ഇന്നത്തെ ദിവസം നമ്മളുടെ റിപ്പോർട്ടർ ഫാമിലിക്കും ഒരു ക്രിസ്മസ് സെലിബ്രിറ്റിയെ തന്നെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. പ്രേക്ഷക ഹൃദയങ്ങളിൽ റിപ്പോർട്ടർ എത്തിയതിന് ശേഷമുള്ള ഞങ്ങളുടെ രണ്ടാമത്തെ ക്രിസ്മസ് ആണ്. അതും അതിവേഗം വളർന്ന ഒരു വാർത്താ ചാനൽ എന്ന നിലയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഞങ്ങൾ യാത്ര തുടരുമ്പോൾ തീർച്ചയായിട്ടും ആ ആഘോഷത്തിൽ പങ്കുചേരാൻ ഞങ്ങളൊരാളെ ക്ഷണിക്കുകയാണ്. ജീവിതം ഒരു യാത്രയല്ലേ, ക്രിസ്മസും ഒരു വലിയ യാത്രയാണ്, ഒരു യാത്രയുടെ തുടക്കമാണ്. അതുകൊണ്ട് ഈ യാത്രയിൽ എന്നോടൊപ്പം ഉള്ളത് ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള നമ്മളുടെ പ്രിയപ്പെട്ട ടൊവിനോ തോമസ്. വെൽക്കം ടൊവിനോ. താങ്ക് യു. നോക്കൂ ടൊവിനോ, എല്ലാ മലയാളത്തിലെ സൂപ്പർ താരങ്ങളും ചെറുപ്പക്കാരും എല്ലാവരും ഇപ്പോൾ അമേരിക്കയിലും ബ്രിട്ടനിലും UK-ലും ജപ്പാനിലും ഒക്കെ ആണെന്ന് കേൾക്കുന്നു. ടൊവിനോ, why are you here? ഞാനും ഈ പറഞ്ഞ പോലെ ഭാര്യ മക്കളായിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ UK-ൽ ആഘോഷിക്കാം എന്നുള്ളൊരു പ്ലാനിൽ ഞാൻ വിസയും ഒക്കെ എടുത്തതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, 50 സിനിമകൾ പൂർത്തിയാക്കി 51ാം സിനിമയിലേക്ക് ടൊവിനോ കിടക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് ടൊവിനോയെ തന്നെ ക്രിസ്മസിന് വേണം എന്ന് പറഞ്ഞത്. 12 വർഷം അല്ലേ? അന്തിക്കാട് അല്ലേ, സജീവൻ അന്തിക്കാട് അന്നെടുത്തൊരു സിനിമ പ്രഭുവിൻ്റെ മക്കൾ, അവിടെ നിന്ന് തുടങ്ങിയ യാത്രയാണ്. ടൊവിനോ കോഗ്നിസന്റ് ടെക്നോളജി സൊല്യൂഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നൊരു കമ്പനി. ആ കമ്പനിയിൽ നിന്ന് രാജിവെച്ച് സിനിമയിൽ അഭിനയിക്കാൻ വരുന്നൊരു തീരുമാനം എടുക്കുന്നൊരു ദിവസം ഉണ്ടല്ലോ, ആ ദിവസം എന്തായാലും അന്ന് ഈ വരുംവരായകളെ കുറിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിച്ച് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അന്ന് എനിക്ക് തോന്നിയത് അങ്ങനെ ചെയ്യാനാണ്. ആരുടെ ചോദിച്ചത് ആദ്യം? ഞാൻ വീട്ടിലൊക്കെ എന്റെ ചേട്ടനായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു, ചേച്ചിയായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ചേട്ടൻ പറഞ്ഞു നിനക്ക് തോന്നുന്ന പോലെ ചെയ്യണം, അങ്ങനെ തന്നെ ഉണ്ട്. ചേച്ചി പറഞ്ഞു നിനക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് നിനക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി. ഫാമിലി കട്ട സപ്പോർട്ടായിരുന്നു. ആ ഒരു ദിവസം പോലും നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അമ്മ അങ്ങനെ എതിർക്കില്ല, അങ്ങനത്തെ ഒരു കാര്യത്തിൽ അങ്ങനെ അമ്മ എതിർത്ത് പറയുന്ന ഒരാളല്ല. അപ്പൻ പറഞ്ഞത്, അപ്പനെയും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ജോലിയൊക്കെ റിസൈൻ ചെയ്ത് സിനിമയിൽ അഭിനയിക്കേണ്ട അവസരം അന്വേഷിച്ച് ഇറങ്ങാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു അൺസർട്ടനിറ്റി ഉണ്ടല്ലോ, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. ഏതൊരു സിനിമയുടെ ഓഫർ ഒന്ന് വന്നിരുന്നു അല്ലേ? അത് പക്ഷെ റിസൈൻ ചെയ്ത് ഞാൻ അവിടെ ഈ പറഞ്ഞ അബ്സ്കോണ്ട് ചെയ്തിട്ടാണ് ഞാൻ അതിന്റെ ഇതിന് പോയത്. ഒരു ചെറിയ ക്യാമ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അവർ വേറെ ആളുകൾ വെച്ചിട്ടാണ് സിനിമ ചെയ്തത്. ഉള്ള ജോലിയും പോയി. അതെ, ജോലിയും പോയി. 2 മാസത്തെ നമ്മൾ ഈ നോളജ് ട്രാൻസിഷൻ KT സെഷൻ കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ 2 മാസം ശമ്പളം അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. അങ്ങനെ ഉണ്ടായിരുന്ന പൈസയും അക്കൗണ്ടിൽ തീർന്ന് സീറോ ബാലൻസ് ആയിട്ടാണ്. അന്ന് വീഡിയോ കൂടെ ഉണ്ടോ? അന്ന് ഞങ്ങള് പ്രേമത്തിലാണ്. കല്യാണം കഴിച്ചിട്ടില്ല? ഇല്ല അല്ലേ? അങ്ങനെ അവിടുന്ന് തുടങ്ങി കോളേജിലെത്തി. പ്രീ ഡിഗ്രി കാലം അല്ലേ? ആ പ്രീ ഡിഗ്രി കാലത്താണ് നമ്മൾ ഈ പറഞ്ഞ കുറച്ചുകൂടി ഒരു ആരാദ്യം പറയുന്നത്. അന്ന് ഞങ്ങളുടെ ഇപ്പോഴത്തേക്കും പ്രീ ഡിഗ്രി മാറി പ്ലസ് ടു എല്ലാവർക്കും +2 ഓപ്ഷൻ മാത്രമായി. ഡോൺ ബോസ്കോ അല്ലായിരുന്നോ? അല്ല, ഡോൺ ബോസ്കോയില് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 സെന്റ് മേരീസ്. അപ്പൊ സെന്റ് മേരീസിൽ പോയപ്പോ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു അല്ലെ? സയൻസ്. രണ്ടുപേരും സയൻസ് ആയിരുന്നു. അതായിരുന്നു വേറെ ഡിവിഷൻ. മലയാളം പക്ഷേ കോമൺ ആയിരുന്നു. മലയാളം ക്ലാസ് വരുന്ന സമയത്ത് ഒരു മലയാളം ക്ലാസ്സിന് വേണ്ടിയിട്ട് അപ്പുറത്തെ ക്ലാസ്സിലെ മലയാളം എടുത്തിട്ടുള്ള പിള്ളേർ ഇവിടേക്ക് വരികയും ഹിന്ദി പിള്ളേർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്യും. അങ്ങനെയായിരുന്നു മലയാളം ഹിന്ദി. അങ്ങനെ മലയാളത്തിന്റെ അക്ഷരമാല വരുന്നു അല്ലേ? ആ എപ്പിസോഡാണ് കോമഡി. അതെന്താ വെച്ചാല് നമുക്ക് മലയാളം എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, സംസാരിക്കാൻ അറിയാം, എല്ലാം അറിയാം. പക്ഷെ ഈ അക്ഷരമാല വരുമ്പോൾ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഈ ഹിന്ദി അക്ഷരമാലയും കൂടെ നമ്മള് 5ാം ക്ലാസ് തൊട്ട് പഠിച്ചിട്ട് അത് കുഴപ്പമില്ല. എനിക്ക് പ്രശ്നം വന്നതെന്ന് വെച്ചാൽ യരലവ ക്ഷസസഹയാണോ യരലവ ക്ഷത്രജ്ഞയാണോ എന്നല്ല. ഇത് രണ്ടും ഹിന്ദിയിലും മലയാളത്തിലും ഉണ്ടല്ലോ. പക്ഷെ അക്ഷരമാല വെച്ച് യരലവ ക്ഷസസഹ ആണ് നമ്മളുടെ മലയാളത്തിലെ, മറ്റേത് ക്ഷത്രജ്ഞ ആണുള്ളത്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ വന്ന കാരണം കൊണ്ട് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിട്ട് അപ്പുറത്ത് നോക്കിയപ്പോ എല്ലാം എഴുതി കഴിഞ്ഞ് മടക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് നമ്മളൊന്ന് റെഫർ ചെയ്തു പരീക്ഷയുടെ സമയത്ത്. എനിക്ക് ഒന്നും അറിയാതെ ഞാൻ കോപ്പി അടിച്ചതല്ല, അറിയാതെ രണ്ടും അറിയാം. കൂടുതൽ അറിഞ്ഞേണ്ട പ്രശ്നമായിരുന്നു. ഇതിൽ ഏതാണ് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റണമല്ലോ. അപ്പോ ലിലിയ അത് എന്താണ് വളരെ സ്നേഹത്തോടെ തുറന്നു തന്നു അല്ലേ? ഞങ്ങള് 3 പേരുണ്ടായിരുന്നു. ഞാൻ എന്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഞങ്ങള് ഒരു ബെഞ്ചിലാണ് ഇരുന്നിരുന്നത്. സ്പാർക്ക് അടിച്ചു. അവിടുന്നാണ് സ്പാർക്ക് ചോദിച്ചപ്പോൾ തന്നു. അതെ, അങ്ങനെയാണ് ഞങ്ങള്. ആരാ പറയുന്നത്?
അത് ഞാൻ അങ്ങനെയാണല്ലോ. അതങ്ങനെയാണല്ലോ പൊതുവെ. പക്ഷേ എനിക്ക് അതിനകത്ത് വലിയ സന്തോഷമുള്ളൊരു കാര്യം, അന്ന് എടുത്തൊരു തീരുമാനം അല്ലേ. 8 വർഷമാണ് നിങ്ങൾ പ്രണയിച്ചത്? 8 9 10 വർഷം കല്യാണത്തിന് മുമ്പ്. വീട്ടിൽ പറയുമ്പോൾ അപ്പൻ എന്ത് പറഞ്ഞു? അത് വീട്ടിലറിയുന്നത് ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്താണ്. തമിഴ്നാട്ടിൽ ഇലക്ട്രോണിക്സ് ആയിരുന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പൻ അങ്ങനെ ഭയങ്കര അപ്പൻ ചോദിച്ചു, കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞ് മനസ്സിലാക്കിയത് ഇത് അപ്പനെന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് കല്യാണ പ്രായമാവുന്ന സമയത്തും ഇതേപോലെ ഇപ്പൊ അതിനുള്ള പ്രായമായിട്ടില്ല, കല്യാണ പ്രായം ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ആലോചിക്കാം. അപ്പൊ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നല്ലേ? ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് വരെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ അന്നേ ബോഡി ബിൽഡിംഗ് താല്പര്യമുള്ള കൂട്ടത്തിൽ? അപ്പൊ ബോഡി ബിൽഡർ ഒന്നല്ല, നല്ല പണിയെടുക്കുന്ന ആളാണ്, വക്കീലാണ്. ഇപ്പം പറമ്പിലൊക്കെ നന്നായിട്ട് പണിയെടുക്കും, മരത്തിൽ കയറും, കിളയ്ക്കും. പണ്ടത്തെ ജനറേഷൻ നമ്മളെക്കാളും എൻഡ്യൂറൻസും ഒക്കെ ഉണ്ടല്ലോ. അപ്പോ അപ്പനാണെങ്കിലും ഈ കാര്യം ആദ്യം കേൾക്കുന്ന സമയത്ത് ഈ സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എതിർക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള പ്രായമായോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. പാരന്റ്സ് ആണല്ലോ കാര്യത്തില്. ഇപ്പൊ ബീങ് എ പാരന്റ് എനിക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കൊന്ന് 2 ഡിസിഷനാണ്. ഒന്ന് ലിഡിയുമായിട്ടുള്ള ലൈഫ്, അത് കഴിഞ്ഞ് പിന്നെ ഈ ജോലി രാജിവെച്ച് സിനിമയിലേക്ക് വരാനെടുത്ത തീരുമാനം. അതിനപ്പം പറഞ്ഞത് എനിക്കൊന്ന് 1 വർഷത്തിനുള്ളിൽ പ്രൂവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അല്ലേ? ഇല്ലെങ്കിൽ ദുബായിക്ക് വിസ അടിക്കാനായിട്ട് അടുത്ത് പറഞ്ഞു വെച്ചിരിക്കണം. ആ വിസ അടിക്കാറായ സമയത്താണ് ട്രിബ്യൂണൽ മക്കൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും വിസ അടിക്കും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ABCD വില്ലൻ വേഷം. ഒരു ട്രെയിനിങ് പോയിന്റ്. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് മൊയ്തീനിലേക്കും പിന്നെ അങ്ങോട്ട് പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ എത്രയോ നല്ല സിനിമകൾ, അതിൻ്റെ വെറൈറ്റി വരുന്നു. പക്ഷെ ആ സമയത്തും ബോഡി ബിൽഡിങ് അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ സമയം. ഇതിലേക്ക് മിസ്റ്റർ തൃശ്ശൂർ ആയിരുന്നു അല്ലേ? ആണോ? ഞാൻ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട് മിസ്റ്റർ തൃശ്ശൂർ, വിൻ ചെയ്തിട്ടില്ല. മിസ്റ്റർ യൂണിവേഴ്സിറ്റി ആ സമയത്ത് വിൻ ചെയ്തിട്ടുണ്ട് 2009. അന്ന് ഈ ബോഡി സ്പോർട്സ് താല്പര്യമായിരുന്നോ? എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 8ാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോൾ തൊട്ട് ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹമൊക്കെ പറഞ്ഞു. അപ്പൻ പറഞ്ഞ് പൊക്കം വെക്കില്ല, നടുവേദന വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അതങ്ങനത്തെ കുറെ കൺസെപ്റ്റുകൾ ഉണ്ടല്ലോ. അത് കാരണം കൊണ്ട് അന്ന് ജിമ്മിലേക്ക് വിട്ടിരുന്നില്ല. അതിനുശേഷം പിന്നീട് 10ാം ക്ലാസ്സിന് ശേഷമാണ് വർക്കൗട്ടൊക്കെ തുടങ്ങുന്നത്. ഈ സിനിമയിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ലീഡി എന്താ പറഞ്ഞത്? അത് ഞാൻ ഒരു തവണ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു കോളേജ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഞങ്ങള് TCSന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് തിരുവനന്തപുരം വരെ പോകണം ടെക്നോപാർക്കില്. അപ്പോ അതിന് ഒറ്റയ്ക്ക് പോകാൻ മടിയായതുകൊണ്ട് ഒരു കമ്പനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി, അവന് ജോലി കിട്ടി, എനിക്ക് കിട്ടിയില്ല. അപ്പൊ അന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതല്ല എന്റെ മേഖല, അപ്പൊ പിന്നെ എന്താണ് പറ്റുന്ന മേഖല. അങ്ങനെ ഇരുന്ന് അന്ന് വൈകുന്നേരം ഞാൻ ലിഡിയോട് സംസാരിക്കാൻ നമുക്ക് എന്തായിരിക്കും ഫ്യൂച്ചറിന് അങ്ങനെ ആലോചിക്കുകയാണ്. ഇത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. മായാനദിയിലെ മാത്രമായിരുന്നോ നിങ്ങൾ ആ പ്രേമിക്കുന്നത്? അങ്ങനെ അതിന്റെ അംശങ്ങളുണ്ടായിരിക്കും, അങ്ങനെയല്ല, അത് വ്യത്യാസമുണ്ടല്ല. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞതെന്ന് വെച്ചാല് അപ്പൻ കൃഷിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അത്രയും അപ്പൻ അധ്വാനിക്കാനൊക്കെ പക്ഷെ എന്നാലും നമുക്ക് പുതിയ നമ്മളുടെ കാലത്തിന്റെ രീതിയിൽ നമുക്ക് എന്തൊക്കെ ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ കൃഷി ഫാം പരിപാടിയൊക്കെ ആയിട്ട് ഇപ്പോഴും എന്റെ ആഗ്രഹങ്ങളിലൊന്നാണ്. ലൈഫ് ഉണ്ടെങ്കിൽ സസ്റ്റൈനബിൾ ലിവിംഗിലേക്കാണ് റിട്ടയർ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ലിഡിയ പറഞ്ഞു ഓക്കെ അതിനേക്കാൾ പ്രാക്ടിക്കൽ ആയിട്ട് വേറെ എന്തെങ്കിലും. അപ്പൊ ഞാൻ ചിന്തിച്ചില്ല വേറെ സിനിമയോട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ചോദിക്കുകയാണ് ഇങ്ങോട്ട്. അതെന്താ വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് കോയമ്പത്തൂർക്ക് ഒരുമിച്ച് പോകുന്ന സമയത്ത് ഞങ്ങളെ ഈ പറയുന്ന ഞാൻ തൃശ്ശൂർ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാനാ സിനിമാ മംഗളം വെള്ളി ചിത്രം തുടങ്ങിയതൊക്കെ മേടിച്ച് വെച്ചിട്ട് ഇത് മൊത്തം വായിച്ചത് വരുന്നത് ഒരു പാലക്കാടൊക്കെ ആവും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് അതും പിന്നെ ഞാൻ ഈ വീക്കെൻഡുകളിലൊക്കെ അവിടെ 10 രൂപയ്ക്ക് നമുക്ക് AC തിയേറ്ററിൽ നിന്ന് സിനിമ കാണാൻ പറ്റുന്ന സംവിധാനമുണ്ട്. ഫ്രണ്ട് റോളിൽ ഇരിക്കണം 3 സിനിമയൊക്കെ കാണും. അത് കഴിഞ്ഞ് വൈകുന്നേരം ലിഡിയുടെ കൂടെ പോയിട്ടാണല്ലോ. അങ്ങനെ ഭയങ്കര സിനിമയുടെ ആളല്ല, അവള് കുറച്ച് ന്യൂസ് ഒക്കെ കാണുന്ന പോലത്തെ ആളാണ്. ഞാൻ കുറച്ച് അന്ന് സിനിമയാണ് കൂടുതൽ താല്പര്യം കാണാനും ഒക്കെ. അങ്ങനെ ഞാൻ ലിഡിയുടെ അടുത്ത് പിന്നെ എല്ലാ ദിവസവും രാത്രി നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കണ്ട സിനിമയുടെ കഥ, അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട എലമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ അവള് പോയാലും ബോറടി ആയിരുന്നിട്ടുണ്ടായിരിക്കണം, പക്ഷെ എന്നാലും കേട്ടിരിക്കും. വേറെ പിന്നെന്ന് പറഞ്ഞിട്ട് വെറുതെ നീ എന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് ഞാനൊരു സിനിമയുടെ കഥ ഞാൻ കണ്ട. അങ്ങനെ അപ്പൊ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും
ലിഡിയക്ക് ഇത് എന്റെ സിനിമയിലും എനിക്ക് ഒരു ഇഷ്ടമുണ്ട്. ഞാൻ അവളോട് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് സിനിമയോട് അങ്ങനെ ഇഷ്ടമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത്ര കൊല്ലമായില്ലേ. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ സിനിമയിൽ എന്തെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് സിനിമയിലൊക്കെ കയറാൻ ഭയങ്കര പാടല്ലേ. അത് നമ്മളുടെ സ്വപ്നം, ആഗ്രഹം പോലും അല്ല, അത് സ്വപ്നം മാത്രമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ലേ. അതൊന്ന് ശ്രമിച്ചോക്കെ കൂടെ പിന്നെ ശ്രമിച്ചു നോക്കാം. എന്തായാലും ഇതെല്ലാം മനസ്സിലായി, സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖല എല്ലാം മനസ്സിലായി. അപ്പൊ പിന്നെ സിനിമ തന്നെ ആവാം എന്ന് ലിഡിയ പറയുന്നു. അല്ല, അത് ശ്രമിച്ചു നോക്കാതെ പറ്റില്ല, പരാജയം അംഗീകരിക്കുന്നത് ബുദ്ധിമുട്ടാണ്, മോശമാണ്. അത് ശ്രമിച്ചു നോക്കിയിട്ട് പരാജയപ്പെട്ടാൽ ഓക്കെയാണ്. സ്റ്റിൽ യു ട്രൈഡ്. ഓക്കെ, ശ്രമിച്ചു നോക്കാതെ അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞിട്ട് അതൊന്നും സ്വപ്നം മാത്രമായിട്ടിരുന്നേനെ. ഇത് ഞാൻ ആ സ്വപ്നമാണ് ജീവിക്കുന്നത്. അതൊന്നും ശ്രമിച്ചു നോക്കിയതാ. ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് ഏത് ഫിലിമിനായിരുന്നു? ഏറമ്മിനായിരിക്കും അല്ലേ? കളരി മാത്രമല്ല, തല്ലുമാലയ്ക്കും മിന്നൽ മുരളിക്കും 3 എഫേർട്ട് എടുക്കേണ്ടി വന്നു അല്ലേ? അത് വേറെ വേറെ തരത്തിലുള്ള എഫേർട്ടുകളായിരുന്നു എന്നേ ഉള്ളൂ. ഭയങ്കര എഫേർട്ടായിരുന്നു. അപ്പോൾ ടൊവിനോ, അങ്ങനെ നമ്മൾ റിപ്പോർട്ടറിലെത്തി. എനിക്കൊന്ന് റിപ്പോർട്ടറിൽ ഇതിന് മുമ്പ് ടൊവിനോ വന്നിട്ടുണ്ട്. അതെ അതെ അല്ലേ? ഞാനത് മീറ്റ് ദ എഡിറ്റേഴ്സും മൊയ്തീൻ്റെ പ്രൊമോഷൻ്റെ സമയത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മാറിയതിന് ശേഷം ടൊവിനോയെ കാണുമ്പോൾ ടൊവിനോയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ അല്ലേ? മൊയ്തീൻ മുതൽ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് മലയാളത്തിലെ ഒരു ഹീറോ ആയി. മാത്രമല്ല ചില സർപ്രൈസുകൾ വരാനുണ്ട് എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ പ്രെഡിക്റ്റ് ചെയ്തു മറ്റേതോ ഭാഷയിലൊരു വലിയ ബ്രഹ്മാണ്ഡ ചിത്രം അണിഞ്ഞൊരുങ്ങുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ നീ ചോർത്തിക്കൊടുത്തല്ലേ? ശരി, അതിന്റെ സസ്പെൻസ് അങ്ങനെ നിന്നുണ്ട്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇനി കുറച്ച് പരിപാടികൾ വരാനുണ്ട്, പടങ്ങളും ഒക്കെ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഇപ്പോൾ ഈ ഐഡന്റിറ്റി ആണെങ്കിലും കഴിഞ്ഞ് വരുന്ന നരിവേട്ടയാണെങ്കിലും ഏറെ ആ അർത്ഥത്തിൽ ഒരു വലിയ ക്യാൻവാസിലേക്ക് മാത്രമല്ല അത്രയും എഫേർട്ട് എടുത്തെടുത്തൊരു സിനിമ അല്ലേ? ആ രീതിയിൽ വലിയ ടേണിംഗ് പോയിന്റ് എനിക്കൊന്നു. ആദ്യത്തെ സിനിമ നിശ്ചയമായും ടേണിംഗ് പോയിൻ്റാണ്. ABCD വേറൊരു ടേണിംഗ് പോയിൻ്റാണ്. 7th Day വേറൊരു ടേണിംഗ് പോയിൻ്റാണ്. അപ്പോൾ പൃഥ്വിയായിട്ടുള്ള സുഹൃത്ത് എനിക്ക് പൃഥ്വി ആദ്യം പരിചയപ്പെടുന്നത് 7th Day വെച്ചാണോ? 7th Day അഭിനയിക്കാൻ ആയിട്ട് ചെല്ലുന്ന സമയത്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്കഷൻ്റെ തുടങ്ങുന്ന സമയത്താണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. ഈ പൃഥ്വിയും ടൊവിനോയും തമ്മിലുള്ള സൗഹൃദം, ബേസിലും ടൊവിനോയും തമ്മിലുള്ള സൗഹൃദം, നിങ്ങൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു വലിയ ബോണ്ട് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? മാത്രമല്ല, ഇപ്പോൾ കൂടുതലും സംസാരിക്കപ്പെടുന്നത് ഞാനും രാജുവേട്ടനായിട്ടുള്ള സൗഹൃദവും ഞാനും ബേസിലായിട്ടുള്ള സൗഹൃദമായിരിക്കും. പക്ഷെ അല്ലാതെ ഇപ്പോൾ ഞാനും ആസിഫുമായിട്ട് സൗഹൃദമുണ്ട്, ഞാനും ദുൽഖറുമായിട്ട് സൗഹൃദമുണ്ട്, ഞാനും ഉണ്ണിയായിട്ട് സൗഹൃദമുണ്ട്. ഞങ്ങളിടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്ന കഥകൾ, ഞങ്ങൾക്ക് എക്സ്പീരിയൻസസ് ഒക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ സണ്ണി ഉണ്ട്. അങ്ങനെ ഞങ്ങളിടയ്ക്ക് ഒരു ദിവസമൊക്കെ വെറുതെ ഒരു ദിവസം ഞാനും സണ്ണിയും വിനിയായിട്ടും നമ്മൾ കുതിരയുടെ റൈറ്റർ ഞങ്ങൾ ഒരു ദിവസം ഒന്നുമില്ല, ഒരു വർത്താനം പറഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ ഇഷ്ടം പോലെയുണ്ട്. ഭയങ്കര നല്ലതാണ് അത്. പക്ഷേ ഈ സുഹൃത്ത് ബന്ധവും നിങ്ങളുടെ പ്രൊഫഷണലിസവും ആ പ്രൊഫഷണൽ ഈഗോയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഇതിൽ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് നോക്കുന്നവർക്കാണ് ആ പ്രൊഫഷണൽ ഈഗോ എന്നൊക്കെ. അകത്ത് നിൽക്കുന്ന നമുക്ക് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ തമാശകളുണ്ട് ഞങ്ങൾക്ക്. പണ്ടൊരു കാലത്ത് ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നത്, അതായത് സൂപ്പർ താരങ്ങളുടെ സിനിമയെ കൂവിത്തൊപ്പിക്കാൻ വേണ്ടി വേറെ ചില ആളുകൾ ഫാൻസിനെ ഇറക്കുന്നു, ഇനി വേറെ ചില ഫാൻസ് അസോസിയേഷൻ ഇറക്കുന്നു. പക്ഷേ ഈ ഒരു യങ്സ്റ്റേഴ്സ് വന്നതിന് ശേഷമുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ട്രെൻഡ് ആ സംഭവം ഇപ്പോൾ ഇല്ല. ഞാൻ പറയണത് ഈ മറ്റൊരാളുടെ പരാജയം കൊണ്ടല്ലല്ലോ നമ്മൾ ജയിക്കേണ്ടത്. അത് എന്താ അഭിമാനിക്കാനുണ്ട് കാര്യത്തിൽ? സപ്പോർട്ടീവുമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പൃഥ്വിയുടെ സിനിമ എനിക്കൊന്നു 7th Day കഴിഞ്ഞ് പൃഥ്വിയാണ് ഒരു ബ്രേക്ക് തരുന്നത്. എന്നതിന്റെ മൊയ്തീനിലേക്ക് വിളിക്കുന്നതും പുള്ളിയാണ്, പൃഥ്വിയുടെ റെക്കമെൻഡേഷൻ. അതെ, അവിടെ പിന്നെ പ്രൂവ് ചെയ്യുന്നു, പിന്നീട് ആ ലെവലിലേക്ക് വരുന്നു. പക്ഷേ പൃഥ്വിയുടെ ആദ്യം ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ ഏറ്റവും നിർണായകമായ വേഷം ചെയ്യുന്നു. ഇപ്പോൾ എംപുരാൻ വരാൻ പോകുന്നു. അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്, രാജുവേട്ടൻ ഇപ്രാവശ്യം എംപുരാൻ്റെ ഷൂട്ട് ഫസ്റ്റ് ഞങ്ങൾ ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് കോംപ്ലിമെന്റ്സിന് വേണ്ടി ചോദിക്കാറുമില്ല. അങ്ങനെ ഒരു ഡ്രമാറ്റിക് കോംപ്ലിമെന്റ്സ് പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ല. പക്ഷേ അത് എനിക്കൊരു ചേട്ടൻ്റെ സ്ഥാനത്തുള്ള ഒരാളാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് പുള്ളി കാണുന്നത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു,
ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. വെരി ഫ്യൂ വേർഡ്സ് എൻ്റെ സ്പിരിറ്റ്സ് ഭയങ്കര ഹൈ ആക്കി തന്നു. അതായത് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. എല്ലാത്തിലും ഡിക്ഷൻ ആണെങ്കിലും എല്ലാ പ്രൊണൗൺസിയേഷൻ ആണെങ്കിലും ഒക്കെ അടിപൊളി. താങ്ക് യു. അത് തരുന്ന കോൺഫിഡൻസ് ഭയങ്കര അടിപൊളിയാണ്. എമ്പുരാൻ വലിയ എക്സ്പെക്ടേഷനിൽ ഇരിക്കുന്ന ഒരു മൂവിയാണ്. പ്രത്യേകിച്ച് ലൂസിഫർ എന്ന് പറയുന്ന ഫിലിം ഉണ്ടാക്കിയ ഒരു ഓളം, ആ ഓളത്തിന് മുകളിൽ നിന്നില്ലെങ്കിൽ വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഈ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമേ എന്തൊരു ഫീല് ടൊവിനോയ്ക്ക്? അതിൻ്റെ സംവിധായകന് നല്ല കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അതെന്താണ് ആ സിനിമ അച്ചീവ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ആ സിനിമ ഷൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നല്ല ധാരണയുള്ള ആൾ തന്നെയാണ്. അത്ര ബോധ്യമുള്ള ആളാണ്. അത് കാരണം അതിൽ അഭിനയിക്കുന്ന എനിക്കൊന്നും ഒരു ടെൻഷനില്ല. ആ പുള്ളി അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലൂസിഫറിലെ തന്നെ പല സീനുകളും ശരിക്കും പറഞ്ഞാൽ ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന സീനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ഉണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ എമ്പുരാനിൽ? ഉറപ്പായിട്ടും ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ഗൂസ് ബംസ് ഉണ്ടാവില്ലെന്ന് പ്രേക്ഷകർ തിയേറ്ററിൽ കണ്ടിട്ടാണ് അറിയേണ്ടത്. പക്ഷേ അതിനുള്ള പരിപാടികളൊക്കെ ആ സിനിമയിലുണ്ട്. പൃഥ്വി എന്നൊരു ഡയറക്ടർ, അതേപോലെ ബേസിൽ എന്നൊരു ഡയറക്ടർ. ഇപ്പോൾ പൃഥ്വി എങ്ങനെയാണോ ട്രെയിനിങ് പോയിന്റ് ആയത്, അതേപോലെയാണ് മിന്നൽ മുരളിയിൽ ബേസിൽ ഒരു ട്രെയിനിങ് പോയിന്റ് ആവുന്നത്. ഗോദ പക്ഷേ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഈവൻ തിയേറ്ററിൽ വരാതിരുന്നിട്ട് കൂടി മിന്നൽ മുരളിയാണ്. നെക്സ്റ്റ് ബേസിലിൻ്റെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു വളർച്ചയാണ് ബേസിലിൻ്റെ ആദ്യത്തെ പടം കുഞ്ഞിരാമായണത്തിൻ്റെ ഒരു 2 മടങ്ങാണ് രണ്ടാമത്തെ പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു ഒരു ഡയറക്ടറിൻ്റെ ഗ്രോത്താണ് ഞാൻ പറയുന്നത്. ഗോദ വരുന്ന സമയത്ത് എത്ര മടങ്ങാണ് അതിൻ്റെ ബഡ്ജറ്റ് വരുന്നത്. മിന്നൽ മുരളി ചെയ്യുന്ന സമയത്ത് അതിൻ്റെയും എത്രയോ മടങ്ങാണ്. സിനിമയുടെ വലിപ്പമാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ സ്കെയിലോ വലുതാക്കി കൊണ്ടുവരുമ്പോൾ കുഞ്ഞിരാമായണത്തിൽ നിന്നും ഗോദയിലേക്കും ഗോദയിൽ നിന്നും മിന്നൽ മുരളിയിലേക്കും കൊണ്ടുപോകുന്നതും കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് മിന്നൽ മുരളി കുറേ കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ടൊവിനോയ്ക്ക് കുട്ടികളുടെ മനസ്സിലൊരു വലിയ സ്പേസ് കിട്ടുന്നത് ഈ മിന്നൽ മുരളിയാണ്. എനിക്കൊന്ന് പലപ്പോഴും നമ്മൾ എല്ലാ സൂപ്പർ താരങ്ങളും ഒരു ജനറേഷനെ ഇങ്ങനെ പിടിച്ചു നിർത്തി അവർ സൂപ്പർ താരങ്ങളാവുന്നത് കുട്ടികളുടെ കൂടെ മനസ്സിൽ കയറാൻ പറ്റുമെന്നുള്ളതാണ്. ടൊവിനോയ്ക്ക് അത് വലിയ ബ്രേക്കായിരുന്നു ആർത്ഥത്തിൽ. ഇതിപ്പോൾ എൻ്റെ മക്കളൊക്കെ മിന്നൽ മുരളിയായിട്ട് റിലേറ്റ് ചെയ്യുന്നു എപ്പോഴും. ഒരു കാലത്ത് അതിലെ പാട്ട് സീനാണെങ്കിലും ശരി, ആക്ഷൻ സീനുകളാണെങ്കിലും ശരി, കേരളത്തിലെ ഒരുപാട് കുട്ടികൾ അല്ലേ നിങ്ങളുടെ ഫാൻസ് ആയിട്ടുണ്ട് ആ അർത്ഥത്തിൽ. തീർച്ചയായിട്ടും ആ സിനിമ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാനൊക്കെ ഒരു ഭാഗ്യമാണ്. കാര്യം എന്താ വെച്ചാൽ ഞാനും പേഴ്സണലി ഈ കുട്ടികളുടെ പോലത്തെ ഈ സൂപ്പർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. തഹാൻ കണ്ടിരുന്നു. ഞങ്ങൾ ആദ്യം മിന്നൽ മുരളി കാണുന്നത് ബേസിലിന്റെ വീട്ടില് ഹോം തിയേറ്ററിൽ ഞാൻ, എൻ്റെ അപ്പൻ, അമ്മ, എൻ്റെ ഭാര്യ, ചേട്ടനുണ്ട്, ചേട്ടനും പിന്നെ ഇസ ഉണ്ടായിരുന്നു. അപ്പോൾ തഹാനും ഉണ്ടായിരുന്നു. അപ്പോൾ തഹാൻ അന്ന് തീരെ ചെറുതാണ്. ഇസ അന്നത് കണ്ട് ഇസയുടെ മുഖത്തുനിന്നാണ് ഞാനും ബേസിലും ഈ സിനിമ കാണുന്നത്. അതായത് അവളുടെ കൗതുകമാണ് നമ്മളുടെ ഹാപ്പിനെസ്. നമുക്ക് ആ സീനുകൾ എങ്ങനെയാണ് എടുത്തു വെച്ചേക്കുന്നത് എന്നുള്ളതൊന്നും അവിടുത്തെ വിഷയമല്ല. കുട്ടികൾ അതിനെങ്ങനെ ആസ്വദിക്കുന്നു. എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ടല്ലോ അങ്ങനത്തെ ഒരു കുട്ടി. അവർ വളരാൻ അനുവദിക്കാതെ വെക്കുന്ന ഒരു ചെറിയ കുട്ടി ഭൂരിഭാഗം എൻ്റെ ഉള്ളിലുണ്ട്, ബേസിൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരുടെ ഉള്ളിലുണ്ട്. അത് ആ കുട്ടീനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനായിട്ട് മിന്നൽ മുരളിലേക്ക്. കാര്യം അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അതിൻ്റെ കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ഇപ്പോൾ സൂപ്പർ ഹീറോ ആയിട്ട് ആ കോസ്റ്റ്യൂമിൽ മറ്റേ ടവറിൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്തും ഒരു കുട്ടിയാണ് അത് കണ്ടിട്ട് സൂപ്പർ ഹീറോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡിനെയാണ് ആ സിനിമ സാറ്റിസ്ഫൈ ചെയ്യിച്ചതെന്നാണ്. സൂപ്പർ ചൈൽഡ് എടുത്ത 10 വർഷം കഴിയുമ്പോൾ ടീനേജാ. അതെ, ഈ സൂപ്പർ കിഡ്സ്. അതെ അല്ലേ. അപ്പം അവർക്ക് പറ്റിയ സിനിമ ചെയ്യണം. ഞാനും ബേസിലും അങ്ങനത്തെ പടങ്ങൾ ചെയ്യും. ചിലപ്പോൾ മിന്നൽ മുരളി അവർക്ക് അപ്പം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു മിന്നൽ മുരളി ആയിരിക്കും. അത് കൊള്ളാം. എനിക്ക് കാലത്തിന് മുമ്പേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് ടൊവിനോ. അത് കഴിഞ്ഞ് അപ്പം എനിക്കൊന്ന് ടൊവിനോയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഒന്ന് നേരത്തെ പറഞ്ഞ ലിഡിയ, സപ്പോർട്ട്, ബ്രദർ. എനിക്കൊന്ന് ബ്രദറൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ കോൺഫിഡൻസ് മാത്രമല്ല അല്ലാതെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു താമസം. ഞാൻ ജോലി റിസൈൻ ചെയ്ത് വന്നതിന് ശേഷം എൻ്റെ ചിലവുകളൊക്കെ എടുത്തിട്ടുള്ള ചേട്ടനാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങനത്തെ ഒരു ബോണ്ടിങ് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ വരെ തമ്മിൽ ഭയങ്കര ഇടിയൊക്കെ ആയിരുന്നു ഞങ്ങൾ. ഞങ്ങളങ്ങനെ ഈ ചെറുപ്പം മുതലേ അങ്ങോട്ട് ഒരു സിനിമയിലൊക്കെ ഫ്ലാഷ് ബാക്കിൽ കാണുന്ന പോലെ എപ്പോഴും ചേട്ടനും അനിയനും അങ്ങനെ എല്ലാവരും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഇടിയായിരുന്നു. ഒരു പോയിന്റിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു ഒരുമിച്ച് നിൽക്കുന്നതാണ് അടിപൊളി. എന്നുവെച്ചാൽ യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പിന്നെ
ബേസിക്കലി മനസ്സിലാക്കുന്ന ഒരേ ജീവിത സാഹചര്യത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള രണ്ടാൾക്കാരുടെ ചിന്താഗതികൾ സിമിലർ ആയിരിക്കാം. ആ ചിന്താഗതികളായിരിക്കും ഞങ്ങളെ കൂടുതൽ അടുത്ത സുഹൃത്തുക്കളെ കൂടെ ആക്കുന്നത്. അപ്പൊ അത് ഒരുമിച്ച് താമസിക്കുന്ന സമയത്താണെങ്കിലും ഫാമിലി ഡെഫിനറ്റ്ലി ഒരു വലിയ ഹെൽപ്പ്. ഫാമിലി, ഫ്രണ്ട്സ്, ഡെഫിനറ്റ്ലി ഫ്രണ്ട്സ്. ഡെഫിനറ്റ്ലി. ഇത് ഫിലിം പ്രൊഫഷണൽ ഫീൽഡിൽ നിൽക്കുന്ന ടൊവിനോയുടെ ഏറ്റവും വലിയ കരുത്ത് ടൊവിനോയുടെ ഈ സൗഹൃദങ്ങൾ കൂടിയായിരിക്കും അല്ലേ? എനിക്ക് സിനിമയ്ക്കകത്തും വളരെ നല്ല സൗഹൃദങ്ങളുണ്ട്. സിനിമയ്ക്ക് പുറത്തും ഞാൻ LKG മുതൽ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള എൻ്റെ വളരെ ക്ലോസ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. അത് ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന ഒന്നാണ്. അതാണ് എന്നെ റൂട്ടഡ് ആക്കി നിർത്തുന്നത്. പ്രധാനമായിട്ടും ഫ്രണ്ട്സും ഫാമിലിയാണ്. ഈ ഒരു പവർ പാക്ട് ഹീറോ എന്ന് പറയുന്ന ഒരു ഇമേജ് മലയാള സിനിമയിൽ അടുത്ത കാലത്ത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ താരങ്ങളും അത് ഉപയോഗിക്കുന്നുണ്ട്. പണ്ടിപ്പം ബാബു ആന്റണി ആയിരുന്നല്ലോ ഒരു കാലഘട്ടത്തിലെ ആക്ഷൻ ഹീറോസ് എന്ന് പറയുന്നത്. ബാബു ആന്റണിയെ വെച്ച് അന്ന് ആ സാഹചര്യത്തിൽ പരിമിതമായ സാഹചര്യത്തിൽ കുറേ സിനിമകൾ വന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളൊക്കെ തിയേറ്ററിൽ ക്യൂവിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ചന്ത, കമ്പോളം, ഇന്ത്യൻ മിലിറ്ററി, ആ സിനിമകളൊക്കെ കാണുന്നുണ്ട്. വില്ലൻ വേഷത്തിൽ നിന്ന് ഒരു അതായത് ബാബു ആന്റണി കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ് എന്ന് നമ്മൾ വിശ്വസിച്ചു കുറേ കാലം. സംഭവം ശരിയാണ് താനും, പക്ഷെ അതിനെന്തോ വലിയൊരു മാറ്റം ഉണ്ടെന്ന്. പക്ഷെ ആ ആക്ഷൻ സീക്വൻസിന്, ഫൈറ്റിൻ്റെ പാറ്റേണിനൊക്കെ മാറ്റം വന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഒടുവിൽ ഇൻഫിനിറ്റിയിൽ എത്തി നിൽക്കുമ്പോൾ അതിൽ പോലും ആ പെർഫെക്ഷൻ ഉപയോഗിച്ചു. അപ്പോൾ അതായത് ആക്ഷൻ സീനുകൾക്ക് ഒരു കോറിയോഗ്രാഫി ഉണ്ട് എന്ന് പുതിയ കാലത്തെ ഫിലിം മേക്കേഴ്സ് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ അടക്കമുള്ളവർ മനസ്സിലാക്കി. ഇപ്പോൾ മിന്നൽ മുരളി അതിനകത്ത് പെർഫോമൻസും ഉണ്ട്. കറക്റ്റ്. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിനിമയിലും ഒരുപോലെ അല്ല ഫൈറ്റ് ചെയ്യേണ്ടത്. ആ ക്യാരക്ടറിൻ്റെ ഇപ്പോൾ AR എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് 3 ക്യാരക്ടേഴ്സും കളർ ചെയ്യുമ്പോൾ പോലും കുഞ്ഞിക്കേളും ഒന്നായിരിക്കണം, മണിയൻ ഒന്നായിരിക്കണം, അജയൻ ഒന്നായിരിക്കണം. കാര്യം ഇപ്പോൾ ഒരേ കളരിയിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശൈലി. അതെ, അത് ഒരേ മൂവ്മെന്റ് തന്നെ 2 ഡിഫറെൻറ്റ് ബോഡി ടൈപ്പുള്ള ആൾക്കാർ ചെയ്യുന്ന സമയത്ത് 2 ഡിഫറെൻറ്റ് അപ്പോൾ മസിൽ ഗ്രൂപ്പ് പലരും പലതായിരിക്കും കൂടുതൽ സ്ട്രോങ് അവരുടെ ജീവിത സാഹചര്യങ്ങളും ദൈനംദിന ജീവിത കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതനുസരിച്ച് ഇവരുടെ മൂവ്മെന്റ്സിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. ഞാൻ അങ്ങനെ ചിന്തിക്കാറ്. ഇപ്പോൾ മണിയനാണെങ്കിൽ ഒരു ഇടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ പോലും പേടിക്കില്ല അയാൾ ഫിയർ ഇല്ല. അങ്ങനെയാണ് മാറുന്നത്. അജയൻ മാറുമ്പോൾ ഇങ്ങനെയൊക്കെ മാറും. കുഞ്ഞിക്കളും പിന്നെയും കുറച്ചും കൂടെ അതിന്റെ മുകളിൽ കുറച്ചും കൂടെ കമാൻഡ് ഉള്ള ആയതുകൊണ്ട് പുള്ളി ആ ഒഴിഞ്ഞു മാറ്റം തന്നെ ഭയങ്കര ഇത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് അന്ന് ബ്രീഫ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഫൈറ്റ് സീനിനെ ഞാൻ പെർഫോമൻസിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. അല്ലാതെ ഫൈറ്റായിട്ട് ഡാൻസിന് ഡാൻസ്, അഭിനയം വേറെ എന്നില്ല. അത് അഭിനയത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ തല്ലുമാലയിൽ ഡാൻസ് ചെയ്യുന്നത് പോലും എനിക്ക് ഡാൻസ് കളിക്കാറിഞ്ഞിട്ടല്ല, ഞാൻ ഡാൻസ് കളിക്കുന്ന പോലെ അഭിനയിച്ചതാണ് എന്നാണ് ഞാൻ ഇപ്പോഴും അവകാശപ്പെടുന്നത്. ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. ഞാൻ സ്ക്രീനിൽ ചെയ്യുന്നതെല്ലാം പെർഫോമൻസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ആക്ഷൻ ഡയറക്ടേഴ്സിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ ടൊവിനോ. ഉണ്ട്. അതിൽ ആരാണ് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയത്? ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ എല്ലാം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്തിരി കഥപ്പടമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സിനിമയിൽ വന്ന ആളാണ്. പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് ഇപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സിനിമയുടെ ആക്ഷൻ ഡയറക്ടർ യാനിക് ബെൻ ആണെങ്കിലും, അതുപോലെ നമ്മളുടെ വ്ലാഡ് റിംബർഗ്, മിന്നൽ മുരളിയുടെ, പിന്നെ സുപ്രീം ചന്ദ്രൻ, അദ്ദേഹത്തിലൂടെ ഞാൻ കുറേ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. രാജശേഖർ മാസ്റ്റർ, ഫീനിക്സ് പ്രഭു, അദ്ദേഹമാണ് കാളയും മറ്റേ ഇപ്പോൾ ARM-ഉം ഐഡന്റിറ്റിയുടെയും ഐഡന്റിറ്റിയിൽ ഫീനിക്സ് പ്രഭു സാറും ഉണ്ട്, നമ്മളുടെ ഇദ്ദേഹമുണ്ട്, യാനിക് ബെന്നും ഉണ്ട്. പിന്നെ സുപ്രീം മാസ്റ്ററുടെ കൂടെ ഉണ്ടായിരുന്ന കലൈ കൃഷ്ണൻ, മിന്നൽ മുരളിയിലും ഉണ്ടായിരുന്നു, തല്ലുമാലയിലും ഉണ്ടായിരുന്നു. അപ്പോൾ നിരന്തരമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നീലവെളിച്ചത്തിൻ്റെ ഫൈറ്റിൻ്റെ സമയത്തുണ്ടായിരുന്നു. കലയാണ് നടിഗറിൽ ഫൈറ്റ് ചെയ്തത്, കലയാണ് ഇപ്പോൾ മാർക്കോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ പേരുണ്ട്. ഞാൻ വന്ന് സിനിമയിൽ ഇടികൂടി തുടങ്ങിയ കാലം മുതലുള്ള ആൾക്കാർ അന്ന് പലരും മാസ്റ്ററിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇടിപ്പടം നന്നായി ചെയ്യുന്നു, ഇടിപ്പടം നന്നായിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നു, ആ രീതിയിലൊരു ആക്ഷൻ ഹീറോ എന്നൊരു ഇമേജ് വന്ന് വീഴും എന്നൊരു ടെൻഷനുണ്ടാവും. അതോ അതൊരു പോസിറ്റീവായിട്ടാണോ കാണുന്നത്? അതും ചെയ്യും എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ അത് മാത്രം ചെയ്യുന്ന ഒരാൾ അറിയപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അങ്ങനത്തെ ആക്ഷൻ മാത്രം, അങ്ങനത്തെ സിനിമകൾ മാത്രം ചെയ്യുന്ന ആളല്ല. ഞാൻ പലതരം സിനിമകൾ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ അടുത്ത് നരിവേട്ട എന്നുള്ള സിനിമ, അതിനകത്ത് വേറെ തരം ഒരു ക്യാരക്ടറാണ്. എനിക്ക് എൻ്റെ ചില ക്യാരക്ടേഴ്സ് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ആക്ഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ചിലർക്ക് അതിനുള്ള പാങ്ങില്ലാത്തവരായിരിക്കും ആ ക്യാരക്ടേഴ്സ്. അപ്പം അങ്ങനെയുള്ള പലതരം ക്യാരക്ടേഴ്സ് ചെയ്യുക. ചില ക്യാരക്ടേഴ്സ് ചിലപ്പോൾ ഭയങ്കര ഒന്നിനാളും എഫക്റ്റഡ് ആവാത്ത ഭയങ്കര ഇൻവിൻസിബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ചിലർ ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ പല ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുമ്പോഴല്ലേ നമുക്കും പ്രേക്ഷകർക്കും ഒക്കെ അതിലൊരു രസമുള്ളൂ. അപ്പോൾ ഐഡന്റിറ്റിയിലേക്ക് വന്നാൽ, ഐഡന്റിറ്റി ജനുവരി 2 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഐഡന്റിറ്റി ഫോറൻസിക്
ഒരേ ടീം അല്ലേ? ഫോറൻസിക് മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? സെവൻത് ഡേയിൽ റൈറ്റർ ആയിരുന്നു അഖിലും. പിന്നെ എഴുതിയതും ഡയറക്ട് ചെയ്തതും അഖിലും മനസ്സും കൂടിയിട്ടാണ്. അന്ന് ഇതില് സിനിമാറ്റോഗ്രാഫർ ഉണ്ടായിരുന്നത് അഖിൽ ജോർജ് ആയിരുന്നു. അഖിൽ തന്നെയാണ് ഇതിലും. സെയിം ടീമാണ്, ഓൾമോസ്റ്റ് സെയിം ആണ്. മ്യൂസിക് ഡയറക്ടർ സെയിം ആണ്. അന്നത്തെ സ്പോട്ട് എഡിറ്ററാണ് ഈ പടത്തിന്റെ എഡിറ്റർ. പിന്നെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ സെയിം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ കുറെ പേര് റിപ്പീറ്റ്. എനിക്കൊരു അത് മലയാളത്തിൽ ഇന്നേ വരെ പരിചിതമല്ലാത്ത ഒരു പ്രമേയം വളരെ ഡീറ്റെയിലിംഗ് ആയി റിസർച്ച് ചെയ്ത് സ്ക്രീനിലെത്തിക്കുകയാണ്. ഒരേ സമയം ചലഞ്ചിങ്ങുമാണ്, അതേസമയം സാധ്യതകളുമാണ്, അല്ലേ? തീർച്ചയായിട്ടും ചലഞ്ചിങ് ആയിരുന്നു. ആ ചലഞ്ച് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ അതിനെ ഓവർകം ചെയ്തു. നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. ക്വാളിറ്റി വർഷത്തോളം നീണ്ടുന്നൊരു ഷൂട്ടാണ്. ARM എത്ര മാസം എടുത്തു? ARM ദീർഘകാലം. ARM ഞങ്ങൾ 2022 ഒക്ടോബറിൽ തുടങ്ങിയിട്ട് 2023 മാർച്ച് ആദ്യം ഫിനിഷ് ചെയ്തു, തീർത്തത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സമയം ഐഡന്റിറ്റിക്ക് എടുത്തിട്ട്. അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ എമ്പുരാൻ്റെ ഒരു സ്കെഡ്യൂൾ ചെയ്യാനായിട്ട് പോയിരുന്നു. പിന്നെ നടികർ എന്നുള്ള സിനിമയുടെ റിലീസും അതിൻ്റെ പ്രൊമോഷനുമായിട്ട് കുറച്ച് അങ്ങനത്തെ ഗ്യാപ്പുകളും ഉണ്ടായിരുന്നു. അതല്ലാതെയും ഈ സിനിമയിൽ നമുക്ക് കുറേ സെറ്റ് വർക്ക്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയും സമയം എടുത്തിട്ടുണ്ട്. നല്ല എഫേർട്ട് വേണ്ട ഒരു സിനിമയായിരുന്നു ഇത്. ഞങ്ങൾ ഞാൻ ജോയിൻ ചെയ്തത് ഡിസംബർ ആദ്യമാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ ആദ്യമാണ് ഈ സിനിമയിൽ ഐഡൻറ്റിറ്റിയിൽ ഷൂട്ടിന് വേണ്ടി ജോയിൻ ചെയ്യുന്നത്. ഇവർ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ജൂലൈ വരെയും ഷൂട്ട് ചെയ്തു. ഈ ക്യാരക്ടറിന്റെ പേര് റിവീൽ ചെയ്തിട്ടുണ്ടോ? ഹരൺ ശങ്കർ എന്നാണ്. ഹരൺ ശങ്കർ. അപ്പം നോക്കൂ, എത്ര വെറൈറ്റി ക്യാരക്ടറാണ്. ഇപ്പോൾ അപ്പു എന്ന ക്യാരക്ടർ അല്ലേ? അതിനുശേഷം വരുന്ന ശ്രദ്ധിക്കപ്പെട്ട മാത്തൻ, മായാനദിയിലെ മാത്തൻ. നിങ്ങൾ ബേസിക്കലി മാത്തനാണോ ലൈഫിൽ? മാത്തനും ഉണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. എല്ലാം ഉണ്ട്. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ട്രേറ്റ്സ് ഒക്കെ നമുക്ക് ഉള്ളതൊക്കെ തന്നെ നമ്മൾ അതിനെ കുറച്ച് എൻഹാൻസ്ഡ് ആക്കി കാണിക്കുന്നതൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ ഈ ക്യാരക്ടേഴ്സ് ഒന്നും അല്ല പൂർണ്ണമായിട്ടും ടൊവിനോ എന്ന് പറയുന്ന വ്യക്തിയാണ്. മാത്തനുണ്ട്, അതിനുശേഷം മിന്നൽ മുരളിയുണ്ട്, അതിനുശേഷം ഇതാ വരുന്നു ഏറ്റവും ഒടുവിൽ അങ്ങനെ ARM വരുന്നു, അജയൻ. ഒരേ സിനിമയിൽ തന്നെ 3 ക്യാരക്ടേഴ്സ്. പിന്നെ എല്ലാം വ്യത്യസ്തങ്ങളായ വേഷങ്ങളാണ്. ഭയങ്കര ഭാഗ്യമാണ്. ഇപ്പോൾ സ്കെച്ച് ആർട്ടിസ്റ്റായിട്ടും കള്ളനായിട്ടും ഇലക്ട്രീഷ്യനായിട്ടും യോദ്ധാവായിട്ടും അല്ലെങ്കിൽ നമ്മൾ ടൈലറായിട്ടും പോലീസ് SI ആയിട്ടും കോൺസ്റ്റബിളായിട്ടും കമ്മീഷണറായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഞാൻ പറയാം ഒറ്റ ലൈഫ് ടൈമിൽ ഇത്രയും 50 സിനിമകളേ ഉള്ളൂ, 12 വർഷം. പക്ഷെ ആ വെറൈറ്റി എന്ന് പറയുന്നത് മലയാളത്തിൽ വളരെ അപൂർവം ആളുകൾക്ക് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഐഡന്റിറ്റി ഫിലിമിലേക്ക് തിരിച്ചു വരുന്നു. ARMന് ശേഷം ഐഡന്റിറ്റി 51st ഫിലിം, 51ാമത്തെ സിനിമ. അതിനുശേഷം ഇനി അതേസമയം തന്നെ 1-2 സിനിമകൾ ഇപ്പം നടക്കുന്നുണ്ട് അല്ലേ? നരിവേട്ട എന്നുള്ള സിനിമയുടെ ഷൂട്ട് ഇനി 2 ദിവസം കൂടെ ബാക്കിയുള്ളൂ. പിന്നെ വേറെ നമ്മൾ എമ്പുരാൻ കഴിഞ്ഞു, അതിൻ്റെ ഡബിങ്ങും ഞാൻ പോയി ചെയ്ത് കഴിഞ്ഞു. ഇനി പുതിയ സിനിമകൾ തുടങ്ങാനിരിക്കുന്നുണ്ട്. അത് ഞാൻ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു പോയിന്റ് ഉണ്ടായിരുന്നു എനിക്ക്. ഏതർ ക്വിറ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യാം എന്നുള്ളത്. അതൊന്നുമല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, വരുവരായികളെ പറ്റി ഒരുപാട് ചിന്തിക്കുന്ന ആളല്ല. അധികം സമയം എടുക്കും ഒരു സിനിമയ്ക്ക് വേണ്ടി. 6-7 മാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. എനിക്കിപ്പോൾ ബുദ്ധിമുട്ടില്ല. അത് ആസ് ലോങ് ആസ് അതിൻ്റെ പ്രൊഡ്യൂസർക്കും അതിൻ്റെ ടീമിലെ മറ്റംഗങ്ങൾക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കും ബുദ്ധിമുട്ടില്ല. സിനിമ നന്നായാൽ മതി. നമുക്ക് അതിനപ്പുറത്ത് അതിൻ്റെ ക്വാളിറ്റി നന്നാവണം. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടുന്നു. എനിക്ക് ഫാമിലിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നു, സുഹൃത്തുക്കളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നു. ആ സിനിമയുടെ ക്രൂവുമായിട്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ പണിയെടുത്തിട്ട് നമുക്ക് ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടെ എൻജോയ് ചെയ്യണമെന്ന് തോന്നും. അതിനും അത് ആ ടീമിൻ്റെ സ്പിരിറ്റ് ഹൈ ആക്കി നിർത്താനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതിന് ഞാൻ സമയം കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ അതുപോലെ ഞങ്ങൾ ചിലപ്പോൾ പാക്കപ്പ് പാർട്ടിയോ അല്ലെങ്കിൽ ഷെഡ്യൂൾ പാക്കപ്പ് ഉണ്ടെങ്കിലോ ഒന്നുമില്ല, വട്ടോട്ടിരുന്ന് വർത്താനം പറയുകയോ അല്ലെങ്കിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പിറ്റേ ദിവസം വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു വാംത്ത് നമുക്കുണ്ടായിരിക്കും. എനിക്കൊന്ന് ഫിലിം നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒരു സിനിമയുടെ കഥ കേൾക്കുമ്പോൾ ഉണ്ടാവും. അതിൻ്റെ മേക്കിങ്ങിൽ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടും, ചിലപ്പോൾ കോൺഫിഡൻസ് കുറയും. ഈ ഫിലിമിൻ്റെ കഥ കേൾക്കുന്ന സമയം മുതൽ സിനിമ തീരുന്നത് വരെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നൊരു ഫിലിം. അപ്പോൾ അതിൻ്റെ ട്രെയിലർ നമ്മൾ കണ്ടു. ആ ട്രെയിലർ സീക്വൻസിങ് വളരെ സസ്പെൻസിങ് ആണ്. എന്താണ് ലാസ്റ്റ് മൊമെൻറ്റിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു സംശയം ഉണ്ടാവും. മാത്രമല്ല ഒരു കോപ്പായിട്ടല്ല, അതിലേതെങ്കിലും തരത്തിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥനായിട്ടല്ല, സ്കെച്ച് ആർട്ടിസ്റ്റാണ്. അയാൾ ഒഫീഷ്യൽ അല്ല അല്ലേ? അയാൾ ഒരു സിവിക് സൊസൈറ്റിയുടെ ഭാഗമാണ്. ഒരു സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പോലീസ് മാത്രമേ ഉള്ളൂ. അയാൾക്ക് വേറെ പവേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഒരു ജേർണലിസ്റ്റ് പോലും അല്ല. അപ്പോൾ അങ്ങനൊരു സ്കെച്ച് മാൻ ഒരു നിർണായകമായിട്ടുള്ള സസ്പെൻസ് മൂവിയുടെ
ഹീറോ ആവുന്നു എന്ന് പറയുമ്പോൾ തന്നെ സസ്പെൻസ് ഉണ്ട്. അതെ 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 അത് എങ്ങനെയാണത് അയാൾക്ക് ബേസിക്കലി താല്പര്യങ്ങൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. സസ്പെൻസും നല്ല തുടക്കത്തിലെ നമ്മൾ റിവീൽ ചെയ്യുന്നതാണ്. ഇവൻ്റെ ഒരു കുട്ടിക്കാലം മുതൽ ഇവനൊരു കുറച്ച് ഈ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറുള്ള അങ്ങനത്തെ ഒരാളാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇയാൾ പല രീതിയിൽ എന്താ പറയുക മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ഇയാൾ കുറച്ച് സ്റ്റിഫാണ്. മൊത്തത്തിൽ സ്റ്റിഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് അപ്ടൈറ്റാണ്. എപ്പോഴും ഇരിക്കുമ്പോഴും ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, നോക്കുന്നത് ഇങ്ങനെ, അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട് പുള്ളിക്ക്. എനിക്ക് അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില ഫീച്ചേഴ്സ് ടൊവിനോ ചെയ്ത എല്ലാ ക്യാരക്ടറുകളിലും ഉണ്ടല്ലേ. ഞാനത് പരമാവധി ശ്രമിക്കാറുണ്ട്. ആഷിഖ് കപൂറിന്റെ കാര്യത്തിൽ എന്തോ പറഞ്ഞു, ഇടം കൈയ്യനായിട്ടൊരു ക്യാരക്ടർ നാരദനകത്ത് ഇടതുകയായിരുന്നു, ലെഫ്റ്റ് ഹാൻഡറാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നീ എന്ന് പറയുന്നിടത്ത് നീ എന്ന് പറയുന്ന സമയത്ത് കാണുന്നതിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് എന്തായാലും എത്രയൊക്കെ പല പല ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ചെയ്യുന്നത് ഞാൻ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം ഉണ്ടെങ്കിലാണ് ചെറിയ ചേഞ്ച്. ഞാനത് കേട്ടിട്ടുണ്ട്, മമ്മൂട്ടി അങ്ങനെ ശ്രമിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ സംസാരിച്ച് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും മമ്മൂക്ക ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, നല്ല അത് നമ്മൾ ബിഹേവിയറൽ ആക്ടിങ് തന്നെയാണ് ചെയ്യുന്നത്. അത് അങ്ങോട്ട് ഇൻസിസ്റ്റ് ചെയ്യണോ പതിവ്, അതോ അവര് അറിഞ്ഞിട്ട് ഡിസ്കഷൻസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ബിഹേവിയറൽ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് ബിഹേവ് ചെയ്യലല്ലോ, ഞാൻ ഒരു വേറെ ഒരാളായിട്ട് ബിഹേവ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് ടെക്നിക്കും പ്രിപ്പറേഷനും തിയറിയും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അത് നമ്മളുടെ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഈ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. ഇതിനിടയിൽ മറ്റ് സിനിമകൾ കാണാനും ആ സിനിമയിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാനും ഒക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഐഡന്റിറ്റി പോലൊരു സിനിമ എന്ന് പറയുന്നത് ആ രീതിയിൽ വളരെ ചലഞ്ചിങ് ആയ ഒരു സസ്പെൻസ് മൂവിയാണ്. അതിനകത്ത് ആക്ഷനുണ്ട്, ഇൻവെസ്റ്റിഗേഷനുണ്ട്, ത്രില്ലിംഗ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം റൊമാൻസ് ഉണ്ട്. അതിനകത്ത് റൊമാൻസ് ഇല്ല. ഇയാൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു മൂവി ചെയ്യുന്ന സമയത്ത് നമുക്ക് മോഡൽസ് എടുക്കേണ്ടി വരും, കോപ്പി ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് എടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഇൻസ്പിറേഷൻസ് എടുക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അഖിലും അനസുമായിട്ട് ഞങ്ങളിരുന്ന് ഡിസ്കസ് ചെയ്തു എന്തായിരിക്കും ഇയാൾ, എങ്ങനെയായിരിക്കും. അതുപോലെ വിനയ് റായ് അദ്ദേഹം അഭിനയിക്കാൻ വന്ന സമയത്ത് പുള്ളിയുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ ആദ്യശക്തിയിൽ വിനയ് സാറും നിമ്മി റഫേൽ അവരുമായിട്ടും ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുകയാണ്. അപ്പോൾ ഓരോ ഇൻഫർമേഷൻസ് കിട്ടും തോറും നമുക്ക് ഡീറ്റെയിലിംഗ് കൂടുതൽ നമ്മുടെ ഉള്ളിൽ തന്നെ ആ ക്യാരക്ടറിൽ ഉണ്ടാവുകയും, അപ്പോൾ ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ, അത് സ്ക്രിപ്റ്റിൻ്റെ ടോട്ടാലിറ്റിയിലും ആ ക്യാരക്ടറിൻ്റെ ടോട്ടാലിറ്റിയിലും ഒരു സീനിലെ ക്യാരക്ടറിൻ്റെ നിപ്പും നടത്തവും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അത് റിഫ്ലക്റ്റ് ചെയ്യും നമ്മൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ അവസാനിക്കുമ്പോൾ സിനിമയല്ലാതെ പേഴ്സണൽ ലൈഫ് അല്ലാതെ ഹാപ്പിനെസ് വരുന്നവർ എന്താണ്? സിനിമയും പേഴ്സണൽ ലൈഫുമാണ്. ഫാമിലി ലൈഫ് എന്നാണ് ഫ്രണ്ട്സ്. യാത്രകൾ ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ വയനാട് താമസിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ പരമാവധി ഞാൻ ഹോട്ടലുകൾ ഒഴിവാക്കിയിട്ട് ഞങ്ങളൊരു 4-5 ബെഡ്റൂമുള്ളൊരു അപ്പാർട്ട്മെൻറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാനുണ്ടാവും, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ട്രെയിനർ ഉണ്ടാവും, എൻ്റെ മാനേജർ ഉണ്ടാവും, എൻ്റെ ഡ്രൈവർ ഉണ്ടാവും, എൻ്റെ ഷെഫ് ഉണ്ടാവും. പേഴ്സണൽ റിലേഷൻഷിപ്പിനെ വാല്യൂ ചെയ്യുന്നുണ്ട്. ആ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഞങ്ങളുടെ ഒരു ബോയ്സ് ഹോസ്റ്റൽ വൈബിലാണ്. രാവിലെ എഴുന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ചിലപ്പോൾ ക്യാരംസ് കളിക്കും, ചിലപ്പോൾ ചീട്ട് കളിക്കും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ചിലപ്പോൾ ഒരു ഹാഫ് ഡേ ഓഫ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഇപ്പോൾ കാരവൻ്റെ ചേട്ടന്മാരുണ്ട്, എല്ലാവരും കൂടെ നമ്മൾ നേരെ ഒരു കുന്നോ മലയോ കയറാനായിട്ട് പോകുന്നു. ഒറ്റയ്ക്ക് പോകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഗ്രൂപ്പായിട്ട് പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയും മോട്ടിവേറ്റ് ചെയ്തും ഒക്കെ നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ടുള്ളത് അതെൻ്റെ തീരുമാനമായിരിക്കണം. ഒറ്റപ്പെടൽ എനിക്ക് അത്ര ഇഷ്ടമല്ല, ഒറ്റപ്പെടുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഒറ്റയ്ക്ക് ഇരിക്കാൻ ഞാൻ ആഗ്രഹിച്ച് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്, പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. സിനിമയിലേക്ക് എത്തുന്നതിന് മുൻപ്, സിനിമയിൽ എത്തിയതിന് ശേഷവും ഈ പറയുന്ന പോലെ നമ്മളൊരു ഏലിയനായിട്ട് കാണുന്ന, അതായത് ചുറ്റുമുള്ളവരൊക്കെ ഞാൻ സിനിമ നടന്നുള്ളൂ, എനിക്ക് ഞാൻ തന്നെയാണല്ലോ. അപ്പോൾ എനിക്ക് ബാക്കിയുള്ളവരെന്നെ അറിയാവുന്നവർക്ക്, എന്നെ ചെറുപ്പം മുതൽ അറിയാവുന്നവർക്കൊക്കെ എൻ്റെ കൂടെ അവർ ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തന്നെയായിരിക്കും. അല്ലാത്ത ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത് വേറൊരു മൃഗശാലയിലെ കുരങ്ങനെ പോലെയോ അങ്ങനെ ഒരു കൗതുകമായിട്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതെനിക്കൊരു ഒറ്റപ്പെടലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എന്നെ ഇത്രയും വർഷങ്ങളായിട്ട് അറിയാവുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫൊക്കെ ആവുന്ന സമയത്ത് എനിക്ക് വെറുതെ ആ അപ്പാർട്ട്മെൻറ്റിൽ ബോക്സറൊക്കെ ഇട്ട് ഇറങ്ങി നടക്കാം. കാര്യം ഇവരൊക്കെ എന്നെ അറിയാവുന്ന ആൾക്കാരല്ലേ, എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അവിടെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ പോയ സമയത്ത് ഒരു പൂളുണ്ട്, എല്ലാവരും പൂളിൽ തലകുത്തി പറയുന്നു, അതിനകത്ത് ബോൾ എറിഞ്ഞ് കളിക്കുന്നു.
രാവിലെ അപ്പോൾ ഞാനിപ്പോ ഇത്രയും വൈബാണ് ബേസിക്കലി. അതെന്താ വെച്ചാൽ വർക്കൗട്ടും നടക്കും, ഫണ്ണും നടക്കും. നമുക്ക് എന്തായാലും ശരീരം നോക്കണം. അത് ലൈഫിന് വേണ്ടിയിട്ടാണെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരീരം നോക്കണം. അപ്പോൾ ലൈഫിൽ ആക്റ്റീവായിട്ടിരിക്കാം. ആ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ എൻ്റെ വീട്ടുകാരെ കാണുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പറയുന്നത് എന്നെ കാണുന്നത്, ഐ മീൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ്. അപ്പോൾ അവരുമായിട്ടും എനിക്കൊരു ആ ഒരു ബോണ്ട് ഉണ്ടാവും. ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ചിലപ്പോൾ ഒരുമിച്ച്. ഈ ക്രിസ്മസിനും അങ്ങനെ തന്നെയാണോ? ഈ ക്രിസ്മസിന് പക്ഷേ വീട്ടിലാണ്. എനിക്ക് ക്രിസ്മസിൻ്റെ അന്ന് ഷൂട്ടില്ല, വീട്ടിലാണ്. അപ്പച്ചൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പനും അമ്മയും ഞാനും ആയിരിക്കും മിക്കവാറും. ഒരു സിനിമയിൽ അഭിനയിച്ചു, ടൊവിനോയുടെ അച്ഛനായിട്ട് തന്നെയാണോ? അതെ അതെ. അദ്ദേഹം ഇപ്പൊ ട്രെയിൻ ചെയ്യുന്നുണ്ടോ, വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ ഇപ്പോ? പുള്ളി അങ്ങനെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ ഞങ്ങളുടെ കൂടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയെന്നുള്ളതല്ലാതെ അതിനു മുമ്പ് പഴയ ജനറേഷനിലെ ആൾക്കാർ ഭയങ്കര അധ്വാനികളാണ്. ഞാനിപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന അങ്ങനെയാണ് മസിൽ ഉണ്ടാക്കുന്നതും അങ്ങനത്തെയൊക്കെ. പക്ഷെ അപ്പൻ അല്ലെങ്കിൽ അപ്പൻ്റെ ചേട്ടന്മാർ എന്നൊക്കെ പറഞ്ഞ് ഇവർ പറമ്പിൽ നല്ലപോലെ പണിയെടുക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പം അപ്പം വക്കീലാണ്. പക്ഷെ എന്നാലും കോടതിയിൽ നിന്ന് ഉച്ചയ്ക്കാകുമ്പോൾ കോടതിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ പറമ്പിൽ പോകുന്നു, അവിടെ ജാതി കയറുന്നു, ജാതിക്കായ പൊട്ടിക്കുന്നു, പിന്നെ എന്താ പറയുക കിളയ്ക്കുന്നു, അവിടെയുള്ള പണിക്കാരുടെ കൂടെ നിന്ന് പണിയുന്നു. അപ്പം അങ്ങനത്തെ പാടത്തും പറമ്പിലൊക്കെ പണിയെടുത്തിട്ടുള്ള ബോഡിയാണത്. അത് എന്നാലും അന്നത്തെ തീരുമാനത്തിൽ ഇപ്പോൾ പപ്പ ഈസ് ഹാപ്പി അല്ലേ? ജിമ്മിൽ പോകാൻ തീരുമാനിച്ചാണ് സിനിമയിലേക്ക് വരാൻ തീരുമാനം. അത് ഒരു 6 മാസം 2 മാസം കഴിഞ്ഞെങ്കിൽ ദുബായിലേക്ക് പോയാനെന്ന് തോന്നുന്നു. അപ്പൻ എൻ്റെ വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് ഇതുപോലൊരു സ്റ്റേജിൽ ചെന്നിട്ട് അപ്പൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിവനൊരു 3 കാര്യങ്ങളിലാണ് ഇവനെ ആദ്യം എതിർത്തിട്ടുള്ളത്. ആദ്യം ഇവന് ജിമ്മിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് സമ്മതിച്ചില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഡിസ്റ്റിങ്ഷൻ കിട്ടിയപ്പോൾ എനിക്ക് എന്ത് സമ്മാനം വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് 116 രൂപ വേണം എനിക്ക് ജിമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട്, ഇൻക്ലൂഡിങ് ടാക്സ് അത്രയാണ് എന്നാണ് ഞാനന്ന് പറഞ്ഞത്. അന്ന് അപ്പം പറഞ്ഞു അത് നടക്കില്ല, ജിമ്മിൽ പോകാനുള്ള പ്രായമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ നിരാഹാരം കിടന്നിട്ടാണ് ജിമ്മിൽ പോകുന്നത്. അങ്ങനെ ജിമ്മിൽ പോയി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതെൻ്റെ ആരോഗ്യത്തിന് ഗുണമേ ചെയ്യുന്നുള്ളൂ, ദോഷം ചെയ്യുന്നില്ല എന്ന് അപ്പം മനസ്സിലാക്കാനായിട്ട് എടുത്ത് കുറച്ച് സമയമുണ്ട്. ആ സമയത്തിന് ശേഷം ഞാൻ മിസ്റ്റർ തൃശ്ശൂർ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത്, സബ് ജൂനിയർ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ ഇരിങ്ങാലക്കുട പള്ളിയിൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേർച്ചയാക്കി മറ്റേ അരി കോഴിമുട്ട ഉണ്ടായിരുന്നല്ലോ, ഒരു 100 കോഴിമുട്ടയും മേടിച്ചിട്ട് എൻ്റെ അപ്പൻ വീട്ടിലേക്ക് വരികയാണ്. പ്രോട്ടീൻ, എനിക്കുള്ള പ്രോട്ടീൻ. അതായത് എന്നോടത് പോകരുത് എന്ന് പറഞ്ഞാൽ, ആ ജിമ്മിൽ പോകരുതെന്ന് പറഞ്ഞാൽ അതേ ആള് എൻ്റെ രീതികൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് റൈറ്റ് വേയിലാണ് എൻ്റെ പോക്ക് എന്ന് മനസ്സിലായപ്പോൾ എതിർത്ത അതേ ആള് തന്നെ എത്ര മക്കൾക്ക് അപ്പന്മാരെ പോലെ 100 മുട്ട മേടിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഈ 100 മുട്ട ഒരാഴ്ച എനിക്ക് കഴിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ഒരാഴ്ചക്ക് താഴെയുള്ള സമയത്ത് 30 മുട്ടയൊക്കെ കഴിക്കുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ അപ്പൻ എൻ്റെ അടുത്ത് ഈ പ്രേമം ആ സമയത്താണ് ലിഡിയ. അപ്പോൾ അതിൻ്റെ നിശ്ചയത്തിൻ്റെ സമയത്ത് പറയാണ്. ആ കാര്യത്തിലാണെങ്കിലും അപ്പൻ ആദ്യം എതിർത്തു, ചോദിച്ചു അതായത് പക്ഷേ എതിർക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് അതിനുള്ള ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള പ്രായമായോ? അത് ഞാൻ ഇപ്പോഴും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കും മറ്റേ ഭാര്യയ്ക്കും അപ്പൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടീനെ നീ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ എനിക്ക് ഞാനായിട്ട് ആലോചിച്ച് നടത്തിയ കല്യാണം അല്ല എന്ന് പറഞ്ഞ് നിനക്ക് സ്വത്തിൻ്റെ പകുതി തരാതിരിക്കാനായിട്ട് ഞാൻ അങ്ങനെ സിനിമ വില്ലനൊന്നുമല്ല. എനിക്ക് അവള് കെട്ടി എൻ്റെ വീട്ടിലേക്ക് മോൻ്റെ ഭാര്യയായിട്ട് വരുന്ന സമയം മുതൽ എൻ്റെ മോളാണ് എന്നാണ് അപ്പൻ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ എതിർക്കുന്ന അതേ ആള് തന്നെ നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മളുടെ രീതികളും നമ്മളുടെ പോകുന്ന വഴിയും കറക്റ്റാണെന്ന് തോന്നുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ജെന്യുവൻ കൺസേൺ ആണ്. അത് തന്നെയാണ് സിനിമയുടെ സമയത്തും. സിനിമയിൽ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോഴും അപ്പൻ അത് തീരുമാനിക്കാൻ നിനക്ക് അങ്ങനെ ഒരു ലൈഫ് ചോയ്സ് എടുക്കാറായോ എന്നുള്ളതായിരുന്നു. അന്ന് അപ്പൻ എൻ്റെ അടുത്ത് എന്നാൽ നീ എന്തെങ്കിലും കാണിക്കും എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാൻ റിസൈൻ ചെയ്തു. നിനക്ക് തോന്നുന്ന പോലെ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ടോൺ ഞാൻ എടുത്തില്ല, വേർഡ് മീനിങ് മാത്രമേ എടുത്തുള്ളൂ. എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ചെയ്തു. ദേഷ്യപ്പെട്ടാണ് പറഞ്ഞില്ലേ? അപ്പം ദേഷ്യപ്പെട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെച്ചത് ഞാൻ റിസൈനും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ റിസൈൻ ചെയ്തെത്തി ആദ്യം ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച് അതിൻ്റെ ഒരു പ്രിവ്യൂ ഒക്കെ വെച്ച് അത് കണ്ടപ്പോൾ തന്നെ അപ്പൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. അപ്പൻ അതിന് ശേഷം എന്നെ എന്താ പറയുക, അതിന് ശേഷമല്ല ഞാൻ ജോലി റിസൈൻ ചെയ്ത് വന്നിട്ട് എന്നെ ഒരിക്കൽ പോലും കുത്തുവാക്ക് പറയുകയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. എനിക്ക് സ്വന്തമായിട്ട് തോന്നിയത് ഒരു അഭിമാനം കൊണ്ടാണ് ഞാൻ പിന്നെ വീട്ടിൽ നിൽക്കാണ്ട് ചേട്ടൻ്റെ കൂടെ പോയി താമസിച്ചത്. അന്നും ചേട്ടനും ഈ പറഞ്ഞ അന്ന് വലിയ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ചേട്ടനാണെന്ന് ഞാൻ വിചാരിക്കും പോലെ അപ്പൻ ചേട്ടന് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്
സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു പോയിന്റിൽ ഞാൻ തിരിച്ചറിഞ്ഞു, പക്ഷെ ഞാൻ മിണ്ടിയാതെ നിന്നാലോ, അല്ലെങ്കിൽ എൻ്റെ ദുരഭിമാനം കൊണ്ട് എനിക്ക് അത് പിന്നെ അത് അറിഞ്ഞുകൊണ്ട് അത് മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അറിയാത്ത പോലെ കുറച്ച് ആളുടെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ അതെനിക്ക് പേ ബാക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്നോ എടുത്ത ഒരു വട്ടൻ തീരുമാനം എൻ്റെ ഫാമിലിയിലെ എല്ലാവരുടെയും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ടായിരുന്നു, എല്ലാവരുടെയും. സോ ലിലി ഈസ് ഹാപ്പി, അപ്പൻ ഹാപ്പി, അമ്മ ഹാപ്പി, ചേട്ടൻ ഹാപ്പി, ചേട്ടൻ്റെ പിള്ളേര് ഹാപ്പി, ചേച്ചി ഹാപ്പി, അളിയൻ ഹാപ്പി, ചേച്ചിയുടെ പിള്ളേർ ഹാപ്പി. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ടൂർ പോകുന്നതും ഞങ്ങൾ ഞങ്ങൾ 15 പേര് കൂടിയിട്ടാണ് പോവുക. മിഥുനം ടൈപ്പ് ഒരു ഞങ്ങൾക്കൊരു പാക്കേജ് ടൂർ പോകാനുള്ള അത്ര ആൾക്കാരുണ്ട് ഞങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി. ഗ്രേറ്റ്. അപ്പോൾ എല്ലാം ഹാപ്പിയാണ്. അല്ലെങ്കിൽ ഹാപ്പി ക്രിസ്മസിന് ഒരാളെ ഇപ്പോൾ നമുക്ക് വിളിച്ചാലോ? പിന്നെന്താ. അതായത് ഐഡന്റിറ്റി സിനിമയുടെ എല്ലാമായ 2 പേർ, അതിലൊരാൾ നമുക്കിപ്പോൾ ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട അഖിൽ പോളിനെ നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം. അഖിൽ ഫോറൻസിക് എന്ന സിനിമയിലൂടെ നമ്മളെ ഞെട്ടിച്ചു. അതിനുമ്പോൾ 7th ഡേ സ്ക്രിപ്റ്റ് ആയിരുന്നു അല്ലേ? അതിൽ നമ്മൾ 1 ഞെട്ടിച്ചു, ഇത് 2ാമത്തെ ഞെട്ടലായി. ഐഡന്റിറ്റി 3rd ഷോക്കിംഗ് ആണ് അല്ലേ? ആവട്ടെ, അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കും. ഞങ്ങളത് ട്രെയിലർ ഒരുമിച്ച് കാണുകയായിരുന്നു. ആ ട്രെയിലർ പ്രേക്ഷകർക്ക് കണ്ടിട്ടുണ്ടാവും. ദാറ്റ്സ് ഗുഡ്. പ്രൊഫഷണലി എക്സലന്റ് ആയ ഒരു ട്രെയിലറാണ് നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത്. ഫിലിം അങ്ങനെ തന്നെ ആവട്ടെ. അതെ, താങ്ക് യു സർ. 2.5 മണിക്കൂറുണ്ട് 2.5 മണിക്കൂറുണ്ട് അല്ലേ? അതെ അതെ. ഒരു വർഷം എടുത്തു അഖിൽ. ഇപ്പോൾ ക്രിസ്മസിനെ പറ്റി പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കഴിഞ്ഞ ക്രിസ്മസിനും ഐഡന്റിറ്റിയുടെ ലൊക്കേഷൻ ആയിരുന്നു. ഈ ക്രിസ്മസ് ഇപ്പോൾ ഐഡന്റിറ്റിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ തിരക്കുകളാണ്. കാരണം ക്രിസ്മസ് കഴിഞ്ഞ അടുത്ത ആഴ്ച ജനുവരി 2-ാം തീയതി ഐഡന്റിറ്റി റിലീസ് ചെയ്യാണ്. സോ കഴിഞ്ഞ ഒരു വർഷത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഐഡന്റിറ്റിയുടെ ഒരു 10 മാസത്തെ ഷൂട്ട്, അപ്പോൾ അതൊരു 5 സംസ്ഥാനങ്ങളിൽ ഒരു 131 ദിവസത്തെ ഷൂട്ടിൽ ഒരു വലിയ ഒരു ക്രൂവിൻ്റെ കൂടെയുള്ള ഒരു യാത്രയായിരുന്നു കഴിഞ്ഞ ഒരു വർഷം. അതൊരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗ്രാറ്റിഫൈയിങ് ആയിട്ടുള്ള, ഒരുപാട് സംതൃപ്തിയുള്ള ഒരു യാത്രയാണ്. വൈ ടൊവിനോ ഐഡന്റിറ്റിയിൽ? ഇതൊരു കുറച്ച് വലിയൊരു വിഷനുള്ളൊരു സിനിമയാണ്. ടൊവിനോ ആയിരുന്നു എൻ്റെ അടുത്ത സുഹൃത്ത്, ഈ സിനിമയിൽ നായകനാകാൻ പറ്റുന്ന ഒരാൾ. ടൊവിനോട് കഥ പറഞ്ഞു, ടൊവിനോയ്ക്ക് ഇഷ്ടപ്പെട്ടു, ടൊവിനോ ഈ യാത്രയുടെ ഭാഗമായി. അത് ഇപ്പോൾ നോക്കുന്ന സമയത്ത് വേറൊരാളുടെ കൂടെ എനിക്ക് ഇത്രയും ഇങ്ങനൊരു വിഷനിൽ ഇങ്ങനൊരു സിനിമ പുൾ ഓഫ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ടൊവിനോ മാത്രമായിരുന്നു ഈ സിനിമയ്ക്ക് എൻ്റെ മുമ്പിലുള്ള ഒരേ ഒരു ചോയ്സ്. കഴിഞ്ഞ വർഷം ക്രിസ്മസ് പറഞ്ഞ പോലെ തൃഷ മാമും ടൊവിയും വിനയ് സാറും ഒക്കെ ഉണ്ടായിരുന്നു. സോ തൃഷ മാം പൊന്നിയിൻ സെൽവൻ 1, പൊന്നിയിൻ സെൽവൻ 2, ലിയോ എന്നീ വലിയ സിനിമകൾക്ക് ശേഷം, വിനയ് സാർ ഹനുമാൻ എന്ന് പറഞ്ഞ തെലുങ്കിലെ വലിയൊരു ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം, ടൊവി 2018 തല്ലുമാല, മിന്നൽ മുരളി സിനിമകൾക്ക് ശേഷം. സോ ഇവരെല്ലാം ഇവരുടെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഐഡൻറ്റിറ്റി പോലൊരു വിഷൻ്റെയും സബ്ജക്റ്റിൻ്റെയും കൂടെ നിന്നു. അവരുടെ ഒരു 10 മാസത്തോളം വർക്ക് അവർ ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് വളരെയധികം സന്തോഷവും വളരെയധികം എക്സൈറ്റ്മെൻറ്റുമാണ്. ഈ പല സെറ്റുകളും എനിക്കൊന്ന് വളരെ ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള സെറ്റുകൾ തന്നെ യൂസ് ചെയ്യുന്നത്, കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇല്ല, ഒട്ടും ചെയ്തിട്ടില്ല. നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ അനീസ് നാടോടി, അദ്ദേഹത്തിന് ഒരു വലിയ ടീം, പിന്നെ എൻ്റെ പ്രൊഡ്യൂസേഴ്സ് രാജു മില്ല, സീജറോ, ഇവരെല്ലാവരും ആ ഒരു വിഷൻ്റെ കൂടെ നിന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ക്വാളിറ്റിയിലാണോ അത് ചെയ്യേണ്ടിയിരുന്നത് അത് ഒരു പരിധിവരെ പുൾ ഓഫ് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രിസ്മസ് സിനിമകൾ വന്നു, മാർക്കോയൊക്കെ വലിയ വിജയത്തിലോട്ട് പോകുന്നു എന്ന് പറയുന്ന സമയത്ത് അതൊരു വലിയ പ്രതീക്ഷയും എക്സൈറ്റ്മെൻറ്റും ഒക്കെ തന്നെയാണ്. അപ്പം ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയറിന്, ക്രിസ്മസിന് കൃത്യം 7-ാം ദിവസമാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അത് വരുന്ന സമയത്ത് ന്യൂ ഇയറിന് ഒരു വലിയ സിനിമ നല്ല രീതിയിൽ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്നും അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരത് ഇരുകയും നീട്ടി സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. സോ അതാണ് ന്യൂ ഇയറിൻ്റെ പ്രതീക്ഷയും ന്യൂ ഇയറിൻ്റെ കാത്തിരിപ്പും. ഒരു താരം ഒളി മിന്നും നേരം കണ്ണും ചിമ്മി ആമോദം പാരിൻ നെഞ്ചിൽ ചേരും രാവിൽ മണ്ണിൽ വരവേൽപ്പിൻ ശുഭഗീതം മെല്ലെ കാതിൽ തൊട്ടു ആ മന്നർ ദൂതും തേടി ദൂരെ ആരോമൽ പൂം പൈതലായി ദാവീദിൻ പൊൻപുത്രനായി നാഥാനിൻ സ്നേഹത്താൽ ഈ ലോകം നിറയാ പൊൻതാരം പാടും സംഗീതം വിണ്ണീളെ ആനന്ദം വെൺതിങ്കൾ ചൂടി നിൻ രൂപം ഈ പദം തൊഴാം സ്തുതി.